ഹിന്ദു വിരോധികളുടെ വലിയ ആഘോഷം നടക്കുന്നു നാട്ടിൽ. പറഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദുക്കൾ തന്നെ നല്ലൊരായുധം മൂർച്ച കൂട്ടി അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അതായിരുന്നു രാമക്ഷേത്രത്തിലെ, അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പൈസയിൽ നടന്ന തിരിമറി. മോഷണം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാത്തത്, മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ആരും കാണാതിരിക്കുമ്പോൾ അടിച്ചു മാറ്റുന്നത് മോഷണം, ആരും കാണാതെ ചെയ്യുന്നത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇല്ലാതിരിക്കുമ്പോഴോ പൂട്ട് പൊളിച്ച് അകത്ത് കയറി കാശ് ആഭരണങ്ങൾ കഴിച്ചുകൊണ്ട് പോകുന്നത് കവർച്ച എന്ന് പറയും. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും CCTV പോലും മിഴി തുറന്ന് ഇരിക്കുമ്പോൾ സമയത്ത് ഹേരാഫേരി കള്ളത്തരം കാണിക്കുക എന്ന് പറയുന്നത് തിരിമറിയാണ്. ഈ തിരിമറിയാണ് അയോധ്യയിൽ നടന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കിട്ടുന്ന ലേഖനങ്ങൾ, വിവരങ്ങൾ, അതുകൂടാതെ എനിക്കുള്ള കോണ്ടാക്ട്സ് ഉപയോഗിച്ച് ഞാൻ കളക്ട് ചെയ്ത ഫീഡ്ബാക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനിത് തിരിമറിയാണ് എന്ന് പറയുന്നത്. തിരിമറി പല രീതിയിൽ നടന്നു എന്ന് പറയുന്നു. ചിലർ പറയുന്നു നോട്ട് എണ്ണുമ്പോൾ 100ൻ്റെ ഒരു കെട്ട്, 100 നോട്ടുകളുടെ, അത് 500 രൂപ നോട്ടായിരിക്കും, അല്ലെങ്കിൽ 100 രൂപ നോട്ടായിരിക്കും, 200 രൂപയുടെ നോട്ടായിരിക്കും. ഇത് മെഷീനിൽ വെച്ച് എണ്ണും. മെഷീൻ 106 107 കാണിക്കും. അതായത് നോട്ടുകൾ 107 ഉണ്ട്, 100 അല്ല. പക്ഷേ ഈ കെട്ട് 100ൻ്റെ ആണ് എന്ന് പറഞ്ഞ് എടുക്കും, റബ്ബർ ബാൻഡ് ഇടും. ഈ റബ്ബർ ബാൻഡ് ഇടുന്ന സമയത്ത് ഇതിൽ എക്സ്ട്രായുള്ള നോട്ട് എടുത്തു മാറ്റും. നോട്ട് എടുത്ത് മാറ്റുന്ന സമയത്ത് CCTV ഇത് പതിയാതിരിക്കാൻ വേണ്ടി ഒരാൾ അവിടെ കുറുകെ വന്ന് നിൽക്കും, യാദൃച്ഛികമെന്ന മട്ടിൽ കുറുകെ വന്ന് നിൽക്കും. ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. അതല്ല, 100 നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് 105 നോട്ടിൻ്റെ തന്നെ കെട്ട് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ അയക്കുന്നു. ഈ ബാങ്കിലെ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എംപ്ലോയി അല്ല, അവർ ഒരു മാൻ പവർ കോൺട്രാക്റ്റ് ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് അവരാണിത് കൈകാര്യം ചെയ്യുന്നത്. ഈ ഏജൻസിക്കാരനോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ നോട്ട് തിരിച്ചു തരണം കേട്ടോ. അപ്പോൾ അവനറിയാം ഈ കെട്ടിൽ നിന്ന് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രിസ്കിംഗ് ഒന്നുമില്ല, ചുമ്മാ കയറി ഇറങ്ങി അങ്ങ് പോകാം. ബാങ്കിൻ്റെ ആൾക്കാരാണ്, കാശ് കൊണ്ടുപോവുകയാണ്. ഇത് ബാങ്കിൽ വെച്ചോ അല്ലെങ്കിൽ വഴിയിൽ വെച്ചോ ഒക്കെ ഈ എക്സ്ട്രാ നോട്ടുകൾ പോക്കറ്റിലാക്കുന്നു. ഇങ്ങനെയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിലൊക്കെ മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. നമ്മൾ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇതെവിടെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ കുഴങ്ങിപ്പോയി. ഏതായാലും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ഇങ്ങനെയൊക്കെയാണ് അവർ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്ത് കുറേ കാലം അവർ കൊണ്ടുപോയിരുന്നു എന്നും. അതാണ് ഇപ്പോൾ ഈ 8 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ പലരുടെ വീടുകളിൽ നിന്നായിട്ട് 79 ലക്ഷം, 79 ലക്ഷത്തി സംതിങ് അത്രയും ക്യാഷ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് അന്യഥായുള്ള പൈസയല്ല, അത് ഭണ്ഡാരത്തിൽ വീണ പൈസ തന്നെ ആണ് എന്ന് പോലീസിന് വിശ്വാസമുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഈ ഭണ്ഡാരപ്പെട്ടിയുടെ താക്കോലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ക്യാമറ സൂം ചെയ്ത് കണ്ടോ താക്കോല് കണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു TV ചാനൽ കാണിച്ചു. ഞാനിങ്ങനെ ഉറ്റുനോക്കിയെങ്കിലും എനിക്ക് താക്കോലൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ അവർ പറയുന്നു താക്കോൽ അയാളുടെ കയ്യിൽ, ആ താക്കോൽ എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് തർക്കം. ഇനി ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ആർക്കും എന്തും പറയാവുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ പലരും പല കഥകളും പറയാൻ തുടങ്ങി. ഞങ്ങൾ 200 കിലോ വെള്ളി കൊടുത്തിരുന്നു, അത് കാണാനില്ല. 60 കിലോ വെള്ളി കൊടുത്തിരുന്നു, അത് കാണാനില്ല. വെള്ളി കട്ടകൾ, ശരിയാണ്, വെള്ളി കൊണ്ടുള്ള ഇഷ്ടിക, സ്വർണം കൊണ്ടുള്ള ഇഷ്ടിക, പഞ്ചലോഹം കൊണ്ടുള്ള ഇഷ്ടിക, നവരത്നങ്ങൾ പതിച്ച ഇഷ്ടിക, ഇതെല്ലാം കൺസ്ട്രക്ഷനായിട്ട് ആളുകൾ സംഭാവന ചെയ്തിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒടുവിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പബ്ലിക് നോട്ടീസ് ഇറക്കി, ഇനി ആരും സംഭാവനകൾ അയക്കരുത്, സംഭാവന ക്ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പബ്ലിക് നോട്ടീസ് ഇറക്കി. ഞാനിത് ഓർമ്മിപ്പിക്കാൻ കാര്യം,
ഞാൻ ട്വിറ്ററിൽ അന്ന് എഴുതി, ഞാൻ ഒരു ലോഡ് സ്വർണം കൊണ്ടുള്ള ഇഷ്ടിക അയക്കാൻ വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ അത് അയക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്കാർക്കെങ്കിലും വേണോ എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ, ഇപ്പോൾ എക്സ് എന്ന് വിളിക്കുന്ന അന്നത്തെ ട്വിറ്ററിൽ എഴുതിയ ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ പലരും വേണം വേണ്ട അത് ഇതെന്നൊക്കെ പറഞ്ഞ്, തമാശയാണല്ലോ കമൻറ്റുകൾ ഒരുപാട് വന്നത്. ഈ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അവർ ഡൊണേഷൻസ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അവരത് അക്കൗണ്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 4500 കോടി രൂപ വന്നു. അതിൽ 2500 കോടി രൂപ ക്ഷേത്രത്തിന് ചിലവായി, ബാക്കി 2000 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഡൊണേഷന് കണക്കുണ്ട്. ഇത് ഞാൻ കണ്ട് ബോധ്യപ്പെട്ടതല്ല, അവരുടെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ടി വിയിൽ വന്നിരുന്ന് പറഞ്ഞതാണ്. ഇതാണ് എൻ്റെ കണക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷം അവർക്ക്, കഴിഞ്ഞ സാമ്പത്തിക വർഷം 350ഓളം കോടി രൂപ വരവുണ്ട്. അതിൽ 200 കോടി അല്ല 150 കോടിയോ മറ്റോ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റാണ്, ബാക്കി നടവരവാണ്. ഇതാണ് പറയുന്നത്. 36 ഭണ്ഡാരപ്പെട്ടികളുണ്ട് അവിടെ എന്ന് പറയുന്നു. എവിടെയാണ് 36 എണ്ണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാനും അയോധ്യയിൽ പോയതാണ്, വളരെ ബുദ്ധിമുട്ടി അവിടെ എത്തി പോയതാണ്. 36 എണ്ണമെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ആ നിന്ന് തൊഴുന്ന സ്ഥലത്ത് കുറേ അധികം പെട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 10 എണ്ണം ഉണ്ടാവും. ഇതാണ്, അതിൽ കൂടുതൽ ഞാനെങ്ങും കണ്ടില്ല. ഇനി ഞാൻ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് ഇതില്ല എന്നൊന്നും ഞാൻ പറയില്ല, ഉണ്ടാവാം. 36, ചിലർ 16 എന്ന് പറയുന്നു, ചിലർ 36 എന്ന് പറയുന്നു. ഇത് ഈ ഇവർക്ക് തൊഴാൻ വരുന്നവരുടെ സൗകര്യങ്ങൾ നോക്കാനൊരു ബിൽഡിംഗ് ഉണ്ട്, പിൽഗ്രിം ഫെസിലിറ്റീസ് സെൻറ്റർ. അതിൻ്റെ താഴെ മുറികളുണ്ട്, വലിയ വിശാലമായ മുറി. അവിടെയാണ് ടേബിളൊക്കെ ഇട്ട്, ആ ടേബിളിലേക്കാണ് ഈ ഭണ്ഡാരപ്പെട്ടികൾ തുറന്ന് കാശ് താഴത്തേക്ക് ഇടുന്നു, എന്നിട്ട് എണിയെടുക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ഇതൊരു അൺപ്രൊഫഷണൽ പരിപാടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തിരുപ്പതിയിൽ കാശുണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു. അതിപ്പോഴല്ല, കുറഞ്ഞതൊരു 45 വർഷം മുമ്പാണ്. അന്ന് തിരുപ്പതിയിലെ സിസ്റ്റത്തിൽ ഈ തൊഴാൻ ക്യൂവിൽ നിൽക്കുമല്ലോ, ആ തൊഴാൻ ക്യൂവിൽ നിൽക്കുന്നവരിൽ നിന്ന് അറ്റ് റാൻഡം 4-5 പേരെ അവർ കാശെണ്ണുന്നത് ഇതിന് സാക്ഷിയാവാനായിട്ട് ക്ഷണിക്കും. സൗകര്യമുള്ളവർക്ക് പോകാം. പക്ഷേ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ 8 മണിക്കൂർ കഴിഞ്ഞ് എണീറ്റ് പോരാൻ പറ്റുള്ളൂ. ഈ 8 മണിക്കൂർ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം, ലഘുഭക്ഷണം, ഇതൊക്കെ അവർ തന്നുകൊണ്ടേയിരിക്കും ലാവിഷായിട്ട്. അപ്പോൾ അന്ന് എൻ്റെ ഒരു ബന്ധു, ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പയ്യനാണ്, ഞാൻ പറഞ്ഞു എന്നെയും കൊണ്ടുപോകണം. നിന്നെ കൊണ്ടുപോയി നിനക്ക് വിശന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പോയിരുന്നു. ഒരു കമ്പിയഴിക്ക് പുറത്ത് ഞങ്ങളിരിക്കുന്നു, അകത്ത് ഇവരെണ്ണുന്നു. അപ്പോൾ അന്ന് വലിയ പാത്രങ്ങളുണ്ട്. 50 പൈസ മാത്രം കടന്നു പോകുന്ന പാത്രം, 25 കടന്നു പോകുന്ന പാത്രം, 1 രൂപ നാണയം കടന്നു പോകുന്നത്, 2 രൂപയുടെ നാണയം കടന്നു പോകുന്നത്. അന്ന് 5 രൂപയുടെ നാണയമില്ല, 2ആണ് മാക്സിമം. അപ്പോൾ ഈ ഒരു തൊട്ടി പോലെ ആ തൊട്ടിയിട്ട് കറക്കിയാണ് അടുത്ത തൊട്ടിയിലേക്ക് വീഴുക, അതിനടുത്ത തൊട്ടിയിലേക്ക് വീഴും. അപ്പോൾ 2, 1, 50, 25. അന്ന് 10 പൈസ 5 പൈസയൊക്കെ ഉള്ള കാലമാണ്. അതിന് വാല്യൂ ഉണ്ടായിരുന്നു, 5 പൈസയ്ക്കും 10 പൈസയ്ക്കും ഒക്കെ. അപ്പോൾ അതിന് പറ്റിയ രീതിയിൽ ഉള്ള തുളകളാണ് ഈ പാത്രത്തിലുള്ളത്. ആ പാത്രത്തിലിട്ട് വലിയ വെയിറ്റാണ്, പക്ഷേ അത് ആൾക്കാരെടുത്തിട്ട് കിലുക്കി ഇങ്ങനെ വീഴും. നോട്ടുകൾ പിന്നെ നോക്കി തന്നെ പെറുക്കി എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ, പക്ഷേ പബ്ലിക്കിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. CCTV ഒന്നുമുള്ള കാലമല്ല. എന്നിട്ട് പോലും അവിടെ എന്തെങ്കിലും കൃത്രിമം നടന്നതായിട്ട് ഒരു അറിവും ഉണ്ടായില്ല. ഇത്രയും കാലമായിട്ട് പൈസ എണ്ണെടുത്ത് എന്തെങ്കിലും കൃത്രിമം നടത്തി എന്ന് പറഞ്ഞിട്ട് തിരുപ്പതിയിൽ ഒരു കേസും ഉണ്ടായിട്ടില്ല. കേസുണ്ടായത് ഈ അടുത്ത കാലത്ത് തിരുപ്പതിയിൽ ലഡുവാണ്. അത് അമ്പലത്തിനുള്ളിലായിരുന്നില്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന നെയ്യിൽ മിക്സ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു ആ കേസ്. മിക്സ് ഉണ്ട് എന്ന് തന്നെ അവർ തീർച്ചപ്പെടുത്തി, ടെസ്റ്റ് ചെയ്തു. അവരവിടെ ലാബ് സ്ഥാപിച്ചു, എല്ലാം സ്ട്രീം ലൈൻ ചെയ്തു. ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നു. ഈ കുഴപ്പം ഉണ്ടായ സമയത്തും
അതിനു മുമ്പ് കുഴപ്പമില്ലാതിരുന്ന സമയത്തും കുഴപ്പം മാറിക്കഴിഞ്ഞും ഞാൻ തിരുപ്പതിയിൽ പോയിരുന്നു. ദൈവാധീനം, എനിക്ക് ലഡുവിൽ യാതൊരു സ്വാദ് വ്യത്യാസമോ ഒന്നും അനുഭവപ്പെട്ടില്ല. അതിനുള്ള സാമർഥ്യം ഈ മായം ചേർക്കുന്നവർക്കുണ്ടല്ലോ. ഭാഗ്യം, എൻ്റെ വയറിന് യാതൊരു കുഴപ്പമൊന്നും വന്നില്ല, കൂടെ ഉള്ളവർക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഏതായാലും ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു കേസ് തിരുപ്പതിയിലുണ്ടായിരുന്നു. അതല്ലാതെ മഹാക്ഷേത്രങ്ങളായ തിരുപ്പതി, പഴനി, മധുര മീനാക്ഷി, തിരുച്ചെന്തൂർ, തിരുനെൽവേലി, തിരുപ്പറക്കുണ്ട്രം, ഇവിടെ എങ്ങും തന്നെ ഇങ്ങനൊരു പൈസ എണ്ണുന്നതിൽ കൃത്രിമം വന്നിട്ടില്ല. പിന്നെ പൈസ എണ്ണുന്നതിൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വന്നത് ശബരിമലയിലാണ്. ശബരിമലയിൽ ആരോ ചെവിക്കകത്ത് നോട്ട് വെച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു, പിടിക്കപ്പെട്ടു. മടിയിൽ വെച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു, പിടിക്കപ്പെട്ടു. ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ശബരിമലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മേജർ എമൗണ്ടൊന്നും ആയിരുന്നില്ല. ഇപ്പോഴും ശബരിമലയിൽ പല ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. കാരണം ശബരിമല പോസ്റ്റ് ഓഫീസിൽ അൺയൂഷ്വലായിട്ടുള്ള മറ്റേ മണി ഓർഡറുകൾ നടത്തുന്നു അവിടുത്തെ ജീവനക്കാർ, ദേവസ്വം ജീവനക്കാർ. ഡെയിലി 1700 രൂപ വെച്ച് ഒരാൾ വീട്ടിലേക്ക് അയക്കുന്നു. ഡെയിലി 1700 രൂപ എങ്ങനെയൊക്കെ. അതിൻ്റെയൊക്കെ വിജിലൻസ് അന്വേഷണം കുന്തമൊക്കെ നടക്കുന്നുണ്ട്. ഈ എമൗണ്ട് വലുതല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചാനലിലോ പത്രത്തിലോ ഒന്നും വരാത്തത്. ഇതുപോലെ പല ക്ഷേത്രങ്ങളിലും പല കംപ്ലൈൻ്റൊക്കെ ഉണ്ട്. നമുക്ക് ആർക്കും നമ്മൾ മറന്നുപോയൊരു കാര്യമാണ്, കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശങ്കരനെ ഒരു അമക്കസ് ക്യൂറിയായിട്ട് ഈ ശബരിമല പ്രശ്നത്തിൻ്റെ നടുക്ക് നിയമിച്ചിരുന്നു. അദ്ദേഹത്തിനോട് ആഭരണങ്ങളുടെ കണക്കെടുക്കാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കണക്ക് വരുമ്പോൾ അറിയാം ഇവിടെ ഉണ്ടാകുന്ന പൊട്ടിത്തെറി. ഉറപ്പായിട്ട് പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം ജസ്റ്റിസ് ശങ്കരൻ അസാമാന്യമായ സത്യസന്ധതയുള്ള ഒരു ജഡ്ജാണ്. കേരള ഹൈക്കോടതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം. റിട്ടയർ ചെയ്തു, സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു, ലോ കമ്മീഷനിൽ അംഗമായി, പിന്നീട് തിരിച്ച് എറണാകുളത്ത് വന്നു. അപ്പോഴാണ് ഇപ്പോഴത്തെ ജഡ്ജ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ഒന്ന് ഇതിൻ്റെ കണക്കെടുത്ത് തരണമല്ലോ. ശരി എന്ന് അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇതുപോലത്തെ തട്ടിപ്പ്, തരികിട, തിരിമറി ഇതൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളാണ്. അയോധ്യയിൽ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ വലിയ വാർത്തയായി. കാരണം അയോധ്യ ടെമ്പിൾ ട്രസ്റ്റ് പ്രാക്ടിക്കലി വിശ്വ ഹിന്ദു പരിഷത്തുകാരാണ് നടത്തിക്കൊണ്ടിരുന്നത്. വിശ്വ ഹിന്ദു പരിഷത്താണല്ലോ അതിനുവേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്തത്. സമരം ചെയ്തവരിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലാത്തവരുമുണ്ട്, RSS ഉണ്ട്, BMS ഉണ്ട്, സംഘപരിവാർ മൊത്തം ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാത്ത നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് അന്ന് 1992 ഡിസംബർ 6 ആ കെട്ടിടം പൊളിച്ച ദിവസം 3 ലക്ഷം പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. 3 lakhs. അതായിരുന്നു ആ സമരത്തിൻ്റെ വ്യാപ്തി. അയോധ്യ സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ ഒന്നറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നീട് സുപ്രീം കോടതിയിലെ കേസ്, പിന്നെ അത് അനുകൂല വിധിയായി. അപ്പോൾ ക്ഷേത്രം പണിയണം, ക്ഷേത്രം പണി തുടങ്ങി. അന്നുണ്ടാക്കിയതാണ് ഈ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ്. അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. സുപ്രീം കോടതി വിധിയിൽ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് ഒരു നിർദ്ദേശം കൊടുത്തു, നിങ്ങളൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ടെമ്പിൾ കൺസ്ട്രക്റ്റ് ചെയ്യാനും പിന്നെ മാനേജ് ചെയ്യാനും അവരെ ഏൽപ്പിക്കുക എന്ന്. അങ്ങനെ നരേന്ദ്രമോദി സർക്കാരാണ് ഈ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി മുന്നിൽ നിന്നവർ, കേസ് നടത്തിയവർ ഒക്കെ ആയ വിശ്വ ഹിന്ദു പരിഷത്ത്, ബേസിക്കലി അവരും RSSകാരാണ്, സ്വയം സേവകരാണ് കേട്ടോ. അപ്പോൾ അവരെ നിയമിച്ചു. അതിൽ ഒരു സീനിയർ പ്രചാരക്കാണ് ഈ ചമ്പത് റായ്. ചമ്പത് റായ് എന്ന മനുഷ്യനെ ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് ജീവിക്കുന്ന ആളുകളെ കാണാൻ പ്രയാസമാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു ഹോളിൻ്റെ ഒരു അറ്റം ഒരു കർട്ടൻ ഇട്ട് മറച്ചിരിക്കുന്നു. അതാണ് പുള്ളിയുടെ മുറി. ഞാൻ ചെല്ലുമ്പോൾ ഈ കർട്ടൻ വകഞ്ഞ് മാറ്റി ഒരു 2-3 അടി വീതിയിൽ ഒന്ന് വകഞ്ഞ് മാറ്റി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അകത്ത് എന്താണെന്ന് നമുക്ക് കാണാം. എന്നോട് പറഞ്ഞു, വരൂ. ഞാൻ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒരു പുലുവ വിരിച്ചിട്ടുണ്ട്, അതിൻ്റെ പുറത്തൊരു ബെഡ്ഷീറ്റും വിരിച്ചിട്ടുണ്ട്, ഒരു തലയിണയുണ്ട്. ഇതാണ് പുള്ളിയുടെ കിടപ്പ്. താഴെയാണ്. ഞാൻ ചെല്ലുമ്പോൾ പുള്ളി താഴെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. മഹാരാഷ്ട്രക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, ആലു പോഹ, അത് കഴിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളവും, പച്ചവെള്ളം അതും ഇരിപ്പുണ്ട്.
ഏതോ ഒരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എനിക്കും തന്നു ഒരു ഗ്ലാസ്. അവരുടെ ഗ്ലാസ്സൊക്കെ വളരെ വലുതാണില്ല, പിച്ചളയുടെ വലിയ ഗ്ലാസ്. ഒരു ഗ്ലാസ് വെള്ളം എനിക്കും തന്നു. ഞാൻ വിചാരിച്ചു ഒരു പശുവിന് കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഞാൻ ചെന്ന കാര്യം പുള്ളിയോട് പറഞ്ഞു. പുള്ളി ഇടത് കൈ കൊണ്ട് തന്നെ ഫോൺ എടുത്തിട്ട് ഡയൽ ചെയ്ത് ചെവിയിൽ വെച്ചിട്ട് കേരളത്തിൽ നിന്ന് എനിക്ക് എൻ്റെ പഴയ ഒരു പരിചയക്കാരൻ മോഹൻദാസ് വന്നിട്ടുണ്ട്. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന പുള്ളിയെ. പക്ഷേ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ പുള്ളിയുടെ ഭയങ്കര അടുപ്പക്കാരൻ എന്നൊക്കെ പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് എന്നോട് ചോദിച്ചു എവിടെ താമസിക്കുന്നു. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഹോട്ടലിൽ. മേലിൽ ഹോട്ടലിൽ താമസിക്കരുത്, ഡൽഹിയിൽ വന്നാൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരിക, ഇവിടെ താമസിക്കുക ഫ്രീ ആയിട്ട്, ഭക്ഷണം ഒക്കെ ഇവിടെ റെഡിയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുലുവായിൽ നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും കണ്ട് മോഹൻദാസ് പേടിക്കേണ്ട കേട്ടോ, നിങ്ങൾക്ക് താമസിക്കുന്ന മുറിയിൽ കട്ടിൽ ഫാൻ അത് ഇതൊക്കെയുണ്ട്. ഞാൻ പിന്നെ പണ്ട് മുതലേ ഇങ്ങനെ കിടന്ന് ശീലിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ദാരിദ്ര്യം ഉണ്ടായിട്ടോ കട്ടിലില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഇതാണ് ചമ്പത്ര. അപ്പോൾ ഐ വാസ് വെരി മച്ച് ഇംപ്രസ്ഡ് ബൈ ദാറ്റ്. ഇത്ര സ്നേഹമുള്ള മനുഷ്യൻ. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹം ഈ കുരുക്കിൽപ്പെട്ടതിൽ വ്യക്തിപരമായിട്ട് എനിക്കും ഒരു വല്ലാത്ത ദുഃഖം തോന്നി. അദ്ദേഹം എന്തെങ്കിലും കറപ്ഷൻ നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതേസമയം ഇങ്ങനത്തെ നേർമയുള്ള മനുഷ്യരെ പറ്റിക്കാൻ എളുപ്പമാണ്. ചമ്പത്രായിജി ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ ചെയ്തു, സൂക്ഷിച്ചൊക്കെ വേണം കേട്ടോ. ശരി, ഇയാൾ പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. ചമ്പത്രായിക്ക് ഇയാളോട് സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കിയതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ കേസാണ്, പോലീസ് അന്വേഷിക്കും, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമായിരിക്കും, എന്തൊക്കെയോ ചെയ്യും, എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് വരട്ടെ. ബട്ട് ഇതിനപ്പുറം വേറൊരു ഈ നരേറ്റീവ് ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ വേഗം ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഇതാണ്, നിങ്ങളല്ലേ പറഞ്ഞേ ക്ഷേത്രഭരണം ഹിന്ദുക്കളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ്. ഇപ്പം എന്തായി? ഹിന്ദുക്കളെ ഏൽപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് സർക്കാർ ഭരിക്കുന്നത്. മനസ്സിലായോ? ഈ ക്ഷേത്രഭരണം ഹിന്ദുക്കളെ ഏൽപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ പോലും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു മോഹൻദാസെ ഞാൻ മാറി, ക്ഷേത്രഭരണം ഹിന്ദുക്കൾക്ക് വേണ്ട, അത് സർക്കാർ തന്നെ ഭരിച്ചാൽ മതി. കണ്ടില്ലേ അയോധ്യയിൽ? നോക്ക്, ഇത് അയോധ്യ സംഭവം കണ്ടിട്ട് ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മാറ്റരുത്. RSSൻ്റെ 3ാമത്തെ സർസംഘചാലകായിരുന്നു ബാളാസാഹേബ് ദേവറസ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് പരാജയത്തെ വിലയിരുത്തണം, അല്ലാതെ പരാജയത്തിൽ നിന്നുകൊണ്ട് സിദ്ധാന്തത്തെ വിലയിരുത്തരുത്. സിദ്ധാന്തം ശരിയാണ് എന്ന് ബോധ്യം വന്നിട്ടാണ് നിങ്ങളത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ തെറ്റുണ്ട്. കാരണം എന്താ? പരാജയപ്പെട്ടു, അതുകൊണ്ട് തെറ്റ്. അങ്ങനെ വരരുത്. സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുക, പരാജയത്തെ പരിശോധിക്കുക, എന്താ സംഭവിച്ചത്, എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു. അപ്പോൾ അയോധ്യയിലെ പരാജയം അതും സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്ഷേത്രം ഹിന്ദുക്കൾ ഭരിക്കാനുള്ളതാണ്, സർക്കാർ ഭരിക്കാനുള്ളതല്ല എന്നുള്ള സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തെറ്റ് പറ്റിയത് എവിടെയാണെന്ന് നോക്കുക. തെറ്റ് നമ്പർ 1, പ്രൊഫഷണൽ ആൾക്കാരല്ല ആ ക്ഷേത്രം ഭരിച്ചത്. എത്ര നല്ലവരാണെങ്കിലും എത്ര സത്യസന്ധരാണെങ്കിലും പ്രൊഫഷണൽ ആൾക്കാരല്ലെങ്കിൽ ദ ഷിയർ സൈസ് ഓഫ് ദ ടെമ്പിൾ, ഭീകരമായ സൈസല്ലേ. 1500 ജോലിക്കാരുണ്ട്. അറ്റ് എനി ഗിവൺ ടൈം 1500 പേരുണ്ട്. 1500 പേര് ഇടപെടുന്ന ഇത്ര വലിയ കോമ്പൗണ്ടും ഗസ്റ്റ് ഹൗസും സംഗതികളും ഇത്രയും പണവും ഒക്കെ വരുന്ന സ്ഥലത്ത് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ എല്ലാം ഇൻഫോർമലാണ്. ഈ അൺപ്രൊഫഷണൽ ആൾക്കാർ മുഴുവൻ മണ്ടന്മാരാണെന്ന് ഞാൻ പറയുകയല്ല, അവരിൽ ബുദ്ധിമാന്മാർ ധാരാളമുണ്ട്. ബട്ട് പ്രൊഫഷണൽ ആൾക്കാർക്ക് പ്രൊഫഷണൽ വേയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ചെയ്യാനറിയാം. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു കല്യാണം നമ്മൾ വേറെ ഏതെങ്കിലും ഏജൻസി ഒന്നും ഏൽപ്പിക്കാറില്ല. ഇപ്പോൾ അതും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ നമ്മുടെ കല്യാണം നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെ പച്ചക്കറി അതിനൊക്കെ ഏർപ്പാട് ചെയ്യുന്നു പിടിക്കും. അൺപ്രൊഫഷണലാണ്, പക്ഷേ അതാ ഒരു കല്യാണമാണ്. ഇനി അഥവാ 10,000-2000 രൂപ കൂടുതൽ ചിലവായി, അല്ലെങ്കിൽ 500 രൂപ കാണുന്നില്ല, ഇവിടെ വെച്ചിരുന്ന് എവിടെ പോയി, ഈ വീട്ടിലൊരു സാധനം വെച്ചാൽ കാണില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ വഴക്കിൽ അതങ്ങ് പോകും. ബട്ട് അങ്ങനെ ഒരു ക്ഷേത്രം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 1 ഡേ ഇവൻറ്റ് നടത്തുന്ന പോലെ അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്.
അതിന് പ്രൊഫഷണൽ തന്നെ വേണം, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണം, അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്ന ആൾക്കാർ വേണം, സെക്യൂരിറ്റി എക്സ്പെർട്സ് വേണം, കമ്പ്യൂട്ടർ അറിയാവുന്നവർ വേണം, ഇതിനൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ഇപ്പോൾ അവിടെ ഒരുപാട് നിയമനങ്ങൾ നടന്നു. എങ്ങനെയാണ്? ഇൻഫോർമൽ വേയിൽ. ഇയാളാരാ? ഇയാൾ നമ്മുടെ മറ്റേ നാരായണപിള്ളയുടെ അനന്തരവൻ. ഏത് നാരായണപിള്ള? അറിഞ്ഞു, നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു നമ്മൾ ജയിലിൽ കിടന്നതൊക്കെ. ശരി, നാരായണപിള്ള അനന്തരവനാ. എന്ത് ചെയ്യുന്നു? സാർ ഞാൻ പ്രീ ഡിഗ്രി തോറ്റു. തോറ്റു അല്ലേ? അപ്പോൾ ഇയാളെ എന്ത് ചെയ്യാൻ നമുക്ക്? അല്ലെ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ശരി, കാശുണ്ടെന്ന് നിർത്തേ. തനിക്ക് കാശുണ്ടാകാൻ അറിയാം. കാശൊക്കെ എണ്ണാൻ അറിയാം. അപ്പോൾ അതൊന്ന് പിന്നെ അവിടെ വളരെ സൂക്ഷിച്ചൊക്കെ വേണം കേട്ടോ. ക്ഷേത്രകാര്യമാണ്, ശാപം കിട്ടും. ശരി. ഈ ചെറുക്കിന് ക്ഷേത്രമുണ്ടോ ശാപമുണ്ടോ? അവൻ്റെ അമ്മാവനോ അച്ഛനോ ഒക്കെ RSSമായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. ഇതുപോലെയൊക്കെ ഇതുപോലെ സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരി, അങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഉടനെ ഉത്തരവാദികൾ വെക്കേണ്ടതാണ്. ബട്ട് സംഘപരിവാറിനെ അറിയാവുന്നവർക്കറിയാം, പെട്ടെന്നൊരു ഡിസിഷൻ ഇത്തരം കാര്യങ്ങൾ സംഘപരിവാർ എടുക്കാറില്ല. കാരണം ഈ രണ്ട് ചിന്തയുണ്ടാവുമല്ലോ. നമ്മൾ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ധാർമ്മിക ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം. ധാർമ്മിക ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം സമ്മതിക്കുക എന്നും ഒരർത്ഥമില്ല അതിൽ. തീർത്തും അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ ഒരു അർത്ഥമുണ്ട്. കുഴപ്പത്തിന് ഉത്തരവാദി ഞാനാണ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കുഴപ്പം ചെയ്ത ഞാനല്ലെങ്കിലും എൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ രാജിവെച്ചത് ഇപ്പോൾ കണ്ടില്ലേ, കുറ്റം സമ്മതിച്ചില്ലേ എന്നൊക്കെ പൊളിറ്റിക്കൽ അറ്റാക്ക് ഉണ്ടാകും. അപ്പോൾ കുറച്ച് പേര് പറയും പൊളിറ്റിക്കൽ അറ്റാക്ക് ഉണ്ടായിക്കോട്ടെ, ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾ വഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ സംസാരിച്ച് ബന്ധപ്പെട്ടവരെല്ലാം ഒരു തീരുമാനമെടുത്താൽ ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയതാരാ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ അറിയിക്കേണ്ടേ? രാജിവെക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അറിയിക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയെ അറിയിക്കുക. പ്രധാനമന്ത്രിക്ക് ഇതിലൊരു സേ ഉണ്ട്. പ്രധാനമന്ത്രി ഒരു തീരുമാനം റിസൈൻ ചെയ്തോളൂ എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റമുണ്ട്. അദ്ദേഹത്തിന് ആരുടെങ്കിലുമൊക്കെ ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ 10-15 ദിവസം ഡിലേ ആയത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. 15 ദിവസം തന്നെ ശരി രാജി എന്ന് തീരുമാനിച്ചല്ലോ, അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോഴും ട്രസ്റ്റിലെ 2 പേരെ രാജിവെച്ചിട്ടുള്ളൂ. രാജി തന്നെ ട്രസ്റ്റ് സ്വീകരിച്ചിട്ടില്ല. ട്രസ്റ്റിൻ്റെ അടുത്ത മീറ്റിംഗ് അതെന്നാണ് എന്ന് പറഞ്ഞിട്ടുമില്ല. അടുത്ത മീറ്റിങ്ങിൽ ഇത് പരിഗണിക്കും, ഇവരുടെ രാജി എന്നാണ് ട്രഷററുടെ പത്രക്കുറിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രഷററും രാജിവെക്കേണ്ടതല്ലേ? കോശാധ്യക്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോശാധ്യക്ഷൻ രാജിവെക്കേണ്ട, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ ഈ തിരിമറി നടന്നത്? അപ്പോൾ ഈ 2 പേർക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, അവർ എൻ്റെ രാജി എന്നിട്ടുണ്ട്, ഞാൻ എന്നിട്ട് നോക്കാം എന്ന് കോശാധ്യക്ഷൻ പറയുന്നത് ശരിയാകുമോ? ഇല്ല. ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങളും രാജിവെക്കണം. ഇതിൻ്റെ നിയമപരമായ വശം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരുപക്ഷെ ഇപ്പോൾ പുതിയ നിയമങ്ങൾ എന്തെങ്കിലും വന്നോ എന്നൊന്നും അറിയില്ല. സാധാരണഗതിയിൽ ഒരു ട്രസ്റ്റിൽ എന്തെങ്കിലും ഇതുപോലെ പണാപഹരണം, തിരിമറി, ഇത് നടന്നു എന്ന് വന്നാൽ ആ ട്രസ്റ്റ് ഏറ്റെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. സർക്കാർ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ജില്ലാ കളക്ടറായിരിക്കും അതിൻ്റെ ഉദ്യോഗസ്ഥൻ. ഉത്തർപ്രദേശിലൊക്കെ DM എന്ന് പറയും, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയും. ജില്ലാ കളക്ടർ ഈ ട്രസ്റ്റ് ഏറ്റെടുക്കും. കണക്കും സംഗതിയൊക്കെ അടക്കം താക്കോലിങ്ങ് കൊണ്ടുപോകാമെന്ന് പറയും. ചിലപ്പോൾ ഒരു റിസീവറെ വയ്ക്കും, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ടും നടത്തും. റിസീവറെ വയ്ക്കുന്നത് നിത്യനിദാനം നടക്കണ്ടേ, ക്ഷേത്രം പൂട്ടിയിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ നടക്കുന്ന ആക്ടിവിറ്റീസ് മുഴുവൻ നടക്കണം. അതിന് വേണ്ടിയിട്ട് റിസീവറെ വയ്ക്കും. എന്നിട്ട് ഈ കണക്ക്, പ്രശ്നം, കേസ് സംഗതിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ട്രസ്റ്റ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റിസീവർ ഒഴിയും, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ പിൻവാങ്ങും, ട്രസ്റ്റ് നടന്നു പോകും. അപ്പോൾ പ്രൊഫഷണൽ ആൾക്കാർ ട്രസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ ഈ കുഴപ്പങ്ങളും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഈ പരാജയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ? ക്ഷേത്രം വിശ്വാസികൾക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വാസികൾക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, പ്രവൃത്തി പരിചയം ഉണ്ടാവണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം, അവരെ നിയമിക്കാനൊരു സിസ്റ്റം ഉണ്ടാവണം, PSC അപ്പോയിൻ്റ് ചെയ്യുന്ന പോലെ ഒരു അപ്പോയിൻറ്റിങ് അതോറിറ്റി, അതിൽ സ്ക്രൂട്ടിനി, അവരുടെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പോലീസിൻ്റെ സഹായം എടുക്കേണ്ടി വരും.
ഇൻറ്റഗ്രിറ്റി ചെക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് ഇയാൾ സത്യസന്ധനാണോ, ഇയാളെപ്പറ്റി വല്ല അപവാദവും ഒക്കെ നിലവിലുണ്ടോ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഗവർണർമാരെ നിയമിക്കുമ്പോഴുണ്ടല്ലോ ഇൻറ്റഗ്രിറ്റി ചെക്കിംഗ് ഉണ്ട്. അതിലിതെല്ലാം വരും. ഇപ്പോൾ ഒരു മനുഷ്യൻ മാന്യനായിരിക്കും, കാര്യമൊക്കെ ശരി, ബട്ട് ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിന് ഒരു രഹസ്യക്കാര്യമുണ്ട്. തെറ്റൊന്നുമില്ല, എത്രയോ പേർക്കുള്ളതാണ്. ബട്ട് ഗവർണറായിട്ട് വയ്ക്കാൻ നേരത്ത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറയും അത് പറ്റില്ല. ഏത് പറ്റില്ല എന്ന്? ഗവർണറാക്കാൻ പറ്റില്ല. അല്ലാതെ രഹസ്യക്കാരി പാടില്ല എന്നല്ല. രഹസ്യക്കാരി അയാളുടെ സ്വന്തം പേഴ്സണൽ തീരുമാനമാണ്. അതിൽ ആഭ്യന്തര വകുപ്പ് തലയിടുകയില്ല. ബട്ട് അതുള്ളതുകൊണ്ട് ഇങ്ങനെ ഗവർണറാക്കി വെച്ചിട്ട് പിന്നെ ആ പെണ്ണുമ്പോൾ ഒരു സത്യാഗ്രഹത്തിനോ വഴക്കിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ നാണക്കേടല്ലേ മൊത്തം. ഇതാണ് ഇൻറ്റഗ്രിറ്റി ചെക്ക്. ഈ ഇൻറ്റഗ്രിറ്റി ചെക്കിൻ്റെ റിസൾട്ട് അവർ പുറത്ത് പറയില്ല. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒരിക്കലും പുറത്ത് പറഞ്ഞ് ആ വ്യക്തിയെ അവഹേളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. ബട്ട് ഗവർണർ വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറയുന്നത് പോലും പല രീതിയിലായിരിക്കും. അല്ലാതെ ബ്ലണ്ടായിട്ട് നിങ്ങളെ ഗവർണറാക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ നിങ്ങളൊരു കുഴപ്പക്കാരനാണല്ലോ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു ഇങ്ങനെയൊന്നും പറയില്ല. അതൊക്കെ കൈകാര്യം ചെയ്യാൻ അവർക്കറിയാം. നോ പറയാനും അവർക്കറിയാം, എസ് പറയാനും അവർക്കറിയാം. ഇപ്പോൾ ഇൻറ്റഗ്രിറ്റി ചെക്ക് ഇതൊക്കെ ചെയ്തിട്ട് വേണം ദേവസ്വം ഭരണസമിതി ഉണ്ടാക്കാൻ. ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് 1984 കെ പി ശങ്കരൻ നായർ, അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ലോ ഓഫീസറായിരുന്നു. ജഡ്ജൊന്നുമല്ല കേട്ടോ. ചിലർ ജസ്റ്റിസ് ശങ്കരൻ നായർ എന്നൊക്കെ പറയാം. അല്ല, അദ്ദേഹം ലോ ഓഫീസറായിരുന്നു. അതുകൊണ്ട് കെ പി ശങ്കരൻ നായർ കമ്മീഷൻ എന്നാണ്. ഏകാംഗ കമ്മീഷനായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ദേവസ്വത്തിൽ എന്ത് കൊണ്ടുവരണം എന്നുള്ള പലവിധ ചോദ്യങ്ങൾക്ക് ടേംസ് ഓഫ് റെഫറൻസിന് മറുപടിയായിട്ട് അദ്ദേഹം തയ്യാറാക്കിയ ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്ത് എല്ലാ ഹിന്ദു സംഘടനകളെയൊക്കെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വിശദമായ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഡിവോട്ടീസിന്, ഭക്തർക്ക് ഒരു അമ്പലം കൈമാറേണ്ടത്. കൈമാറുമ്പോൾ പോലും ശങ്കരൻ നായർ കമ്മീഷനിൽ സർക്കാരിനെ മുഴുവനായിട്ട് ഇല്ലാതാക്കുന്നില്ല. ഓരോ ക്ഷേത്രവും ചുറ്റുവട്ടത്തുള്ള സങ്കേതത്തിൽ നിന്നുള്ള ഭക്തന്മാർ ഭരിക്കും. അങ്ങനെ അവരെല്ലാം ചേർന്നിട്ട് ഒരു താലൂക്ക് ബോർഡുണ്ടാകും, പിന്നെ സംസ്ഥാന ബോർഡുണ്ടാകും. ഇതിനെല്ലാം ഒരു ബ്രോഡ് ബേസ് ഉണ്ടാവും. ഇപ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ കൊച്ചി നിയോജകമണ്ഡലം എടുക്കുക. ഇവർ ഹിന്ദു MLA ചേർന്നാണ് ദേവസ്വം ബോർഡിലെ 2 അംഗങ്ങളെയും പ്രസിഡൻറ്റിനെയും തിരഞ്ഞെടുക്കുന്നത്. ശരി, സമ്മതിച്ചു. കൊച്ചിയിൽ ഇപ്പോഴെങ്ങും തന്നെ കഴിഞ്ഞ ഒരു 50-60 വർഷമായിട്ട് ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല. എറണാകുളത്തും ഉണ്ടായിട്ടില്ല. 1984 MK സാനു MLA ആയിരുന്നു. അതിന് മുമ്പോ അതിന് ശേഷമോ ഹിന്ദു MLA എറണാകുളത്ത് ഉണ്ടായിട്ടില്ല. പുതുപ്പള്ളിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കോട്ടയത്തെ പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ ആ പുതുപ്പള്ളിയിൽ നിന്ന് ഒരു ഹിന്ദു MLA ഉണ്ടാവില്ല. ക്രിസ്ത്യാനികളുടെ കേന്ദ്രമാണ്. അതുപോലെ മലപ്പുറത്ത് നോക്കും, വേങ്ങര, കുറ്റിപ്പുറം, മലപ്പുറം, മഞ്ചേരി, ഇവിടെ ഒന്നും തന്നെ ഹിന്ദു MLA ഉണ്ടാവില്ല. ശരി, ഉണ്ടാവില്ല, അത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത. ബട്ട് ദേവസ്വം ബോർഡിൻ്റെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ നിയോജകമണ്ഡലങ്ങളിലെ ഹിന്ദുക്കളുടെ ശബ്ദം അവിടെ കേൾക്കുന്നില്ല എന്നാണല്ലോ അർത്ഥം. കാരണം ഹിന്ദു MLA മാത്രമാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പം നോൺ ഹിന്ദു MLA ജയിച്ചു വന്നിട്ടുണ്ട്. അവിടെയുള്ള ഹിന്ദുക്കളുടെ റെപ്രസെൻറ്റേഷൻ എവിടെ? ജനാധിപത്യത്തിലെ ഒരു ചോദ്യമാണ്. പങ്കാളിത്ത ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ ഈ വക ഡിഫക്ട്സ് മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാനെന്നാണ് ശങ്കരൻ നായരുടെ റിപ്പോർട്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടും പിന്നെ എൻ്റെ കുറേ ആർഗ്യുമെൻറ്റ്സും ഒക്കെ വെച്ചിട്ട് ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് ക്വാളിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യണം. ഈ റാൻഡം ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്, നോമിനേഷൻ, അത് ശരിയല്ല. അതുകൊണ്ടാണ് അവിടെ രാഷ്ട്രീയക്കാർ വരുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് എലിജിബിളായിട്ടുള്ള ആൾക്കാരെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെ വേണം ആ അപ്പോയിൻമെൻറ്റ് നടത്താൻ. ഇതൊക്കെയാണ് എൻ്റെ വാദങ്ങൾ. ഞാനതിൻ്റെ കേസ് ഹൈക്കോടതിയിൽ, വാസ്തവത്തിൽ ഞാൻ കേസ് ജയിച്ചാണ്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനൊരു നിർദ്ദേശം ഗവൺമെൻറ്റിന് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു, അല്ലാതെ ഉത്തരവിടുന്നില്ല. ഗവൺമെൻറ് അനങ്ങിയില്ല. ഞാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. 2019 മുതൽ എൻ്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. എൻ്റെ ജീവിതകാലത്ത് അത് ലിസ്റ്റ് ചെയ്താൽ അത് ഞാൻ വാദിക്കാം എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ജീവിതകാലത്ത് ലിസ്റ്റ് ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞു. ഇതാണ് യാഥാർത്ഥ്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
ഈ പ്രിൻസിപ്പിളിൽ നിന്ന് മാറാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളാരും തയ്യാറാവരുത് എന്നാണ് എൻ്റെ അപേക്ഷ. പരാജയങ്ങളെ ഭയന്ന് സിദ്ധാന്തം നമ്മൾ മാറ്റിമറിക്കരുത്. സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കും. പരാജയങ്ങളുണ്ടാവും, ശരി, പരാജയം ഉണ്ടായി, എന്താ അതിന് പരിഹാരം? ശരി, കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുക, അല്ലാതെ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചമ്പത്രായി അങ്ങനെ ചെയ്തു, സംഘപരിവാർ ഇങ്ങനെ, ശരി, ചെയ്തെങ്കിൽ ചെയ്തു. അതിൻ്റെ പൊളിറ്റിക്കൽ ഡാമേജ് അത് ഇത്. ഈ 2027 UP ഇലക്ഷൻ വരാൻ പോകുന്നു. എന്താകും യോഗിയുടെ കാര്യം? യോഗി നോക്കൂ. നമ്മൾ വെറുതെ ഇല്ലാത്ത പേടിയും ബഹളമൊന്നും വേണ്ട. ബട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ, ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് എന്നുള്ള പ്രിൻസിപ്പിളിൽ ഉറച്ചു നിൽക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. അത് ഇതുപോലത്തെ ചില്ലറ പരാജയങ്ങൾ അല്ലെങ്കിൽ മൊത്തമായ പരാജയങ്ങൾ, മൊത്തം ട്രസ്റ്റ് പരാജയപ്പെട്ടു എന്നും വാദിക്കാം. ഒരുപാട് കഥകളും ഇതിൻ്റെ കൂടെ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ല, ശബരിമല ഈ സ്വർണ്ണക്കൊള്ള ഒക്കെ വന്നപ്പോൾ ഒരു ഡി മണി, ഓർമ്മയുണ്ടോ ഒരു കഥ? ഡി മണി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് 2 പേരെ പിടിച്ചുകൊണ്ട് വന്ന് തിരുവനന്തപുരത്തിട്ട് ചോദ്യം ചെയ്ത് അവർ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ, എൻ്റെ ദൈവം, ആ മനുഷ്യൻ കരയുന്നു. സാർ, ഞാനൊന്നും ചെയ്തില്ല സാർ. തൻ്റെ പേരല്ലേടോ മണി, എൻ്റെ പേര് മണി എന്നാണ്, ഞാനൊന്നും പാവമാണ് സാർ. 2 ദിവസം 3 ദിവസം ചോദ്യം ചെയ്ത് ആ പാവങ്ങളെ വിട്ടു തിരിച്ച്. അതിലൊരാൾ തയ്യൽക്കാരനോ മറ്റുമാണ്. എൻ്റെ ഈശ്വര, ഒരു തയ്യൽ മെഷീനും വെച്ചിട്ട് അയാൾ ഡെയിലി 100 രൂപയ്ക്ക് തികച്ച് കിട്ടുന്നില്ല. ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നിവിടെ. ഡി മണി അന്താരാഷ്ട്ര വിഗ്രഹക്കടത്താണെന്നൊക്കെ പറഞ്ഞല്ലേ നടന്നത്. ഈ വിഗ്രഹക്കടത്ത് ഇത് ഇട്ടുകൊടുത്തതാരാ? നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല. ഒരു കുഴപ്പമില്ല, ആശാനെ നമ്മൾ വോട്ട് ചെയ്തിട്ട് ആഭ്യന്തരമന്ത്രിയാക്കി. ഈ കള്ളക്കഥയുണ്ടാക്കിയ മനുഷ്യന് സത്യമല്ലേ? ഈ കള്ളക്കഥ രമേശ് ചെന്നിത്തല അന്ന് തന്നെ പറഞ്ഞു. എനിക്ക് വിശ്വാസമുള്ള ഒരു വിദേശ സുഹൃത്ത് എന്നെ അറിയിച്ചതാണ്. ആ വിദേശ സുഹൃത്തിനെ പിടിക്കണ്ടേ പോലീസ്? എന്താണോ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങനെ ഒരു കഥയുണ്ടാക്കുന്നത്? ഇവിടെ മനുഷ്യൻ്റെ പ്രാണം പോകുന്നു. ഇത് കേസ് അന്വേഷിക്കുന്നു, സ്വർണ്ണപ്പാളി തൂക്കുന്നു, അത് ISROയിൽ പരിശോധിപ്പിക്കുന്നു, ലക്നൌവിൽ പരിശോധിപ്പിക്കുന്നു, ഉഗാണ്ടയിൽ വിടുന്നു, എന്തൊക്കെ. അതിനിടയ്ക്കാണ് ഇയാളുടെ നാടകം. പാടം ഇവിടെ എന്ന് പറഞ്ഞ് ആ സുഹൃത്തിനെ പിടിച്ചു കെട്ടണ്ടേ? ഒന്നും ചെയ്തില്ല. എല്ലാവരും എല്ലാം മറന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി. ഞാൻ പറയുന്നത് ശരി, രമേശ് ചെന്നിത്തല അങ്ങനെ ചെയ്തു ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് കഥകൾ വരും. ഈ വെള്ളി കണ്ടില്ല, സ്വർണം കണ്ടില്ല, ഞാൻ 200 കിലോ സ്വർണം കൊടുത്തതാണ്, എനിക്ക് രസീത് പോലും തന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഈ സാധു ചമ്പത്രായി എന്ത് ചെയ്യും? ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ടല്ലോ, ചുമ്മാ അങ്ങ് തട്ടിവിടാം. ഈ തട്ടിവിടലും നടക്കുന്നുണ്ട്. അതിൻ്റെ മറുപടിയും ഇവരുടെ പത്രക്കുറിപ്പിലുണ്ട്. 2 ലൈനിൽ അവരെഴുതി, നിങ്ങൾ ഈ പറഞ്ഞ ഉരുപ്പടികളൊന്നും പോയിട്ടില്ല, അതൊക്കെ രജിസ്റ്ററിൽ ചേർത്ത് മറ്റേ ലോക്കറിലോ അവിടെ അതിൻ്റെ എന്തോ സംവിധാനമുണ്ടപ്പോൾ അതിൽ ചെയ്തിട്ടുണ്ട്, എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ തന്ന സാധനം കാണാതെ ഒന്നും പോയിട്ടില്ല എന്ന്. പിന്നെ രസീത് കിട്ടാത്തവർ, എനിക്ക് മനസ്സിലായി, രസീത് വാങ്ങാതെ നിങ്ങൾ പോയതെന്തിനാ? നമ്മളൊരു സാധനം കൊടുത്ത് കൗണ്ടറിൽ കൊടുത്തിട്ട് ഇത് ഞാൻ ഈ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ മൂർത്തിക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രസീത് കിട്ടും. ഈ രസീത് ഞാൻ പിന്നെ തരാമെന്ന് പറയുമ്പോൾ ഇയാളിറങ്ങി പോകുന്നു. പിന്നെ 4 വർഷം മിണ്ടാതിരിക്കുക. പിന്നെ അവിടെ പ്രശ്നമായി എന്ന് പറയുമ്പോൾ ഞാനൊരു മാല കൊടുത്തിരുന്നു, അതിൻ്റെ രസീത് തന്നില്ല. ഇതൊന്നും മര്യാദയില്ല. ഈ ഡി മണി ടെക്നിക്ക്, രമേശ് ചെന്നിത്തലയുടെ ഡി മണി പരിപാടി, അതിൽ പെടണ്ട. പക്ഷെ അതുണ്ടാവും കേട്ടോ. രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ, തിരഞ്ഞെടുപ്പ് വരുന്നതല്ലേ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി വരും, അല്ലെങ്കിൽ ഇറക്കി വിടും. ചേച്ചി അങ്ങ് തട്ടിവിട്, ഞാനൊരു മൈക്ക് മുമ്പിൽ വയ്ക്കാം, ഒരു വീഡിയോ ഉണ്ടാക്കി അങ്ങ് പ്രചരിപ്പിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെയൊക്കെ പലതും വരും. ഇത് അങ്ങനെ അത് നിഷേധിക്കാൻ പറ്റില്ല നമുക്ക്. ഉണ്ടാവും, അതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇരിക്കട്ടെ, ഇതൊക്കെ ഈ ബഹളമൊക്കെ മെല്ലെ താഴും. കേസ് അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലെത്തും, ശിക്ഷിക്കപ്പെടും. ബട്ട് നെവർ ഡൈല്യൂട്ട് യുവർ പ്രിൻസിപ്പിൾ. ഹിന്ദുവിൻ്റെ അവകാശങ്ങൾ കം വാട്ട് മേ, അതിലിതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫെൻസീവിലാക്കാൻ നോക്കും. ആദ്യം അയോധ്യ ശരിയാക്ക്, എന്നിട്ട് മറ്റു ക്ഷേത്രങ്ങളെ പറ്റി ആലോചിക്കുക. അതൊന്നുമല്ല. അയോധ്യ ശരിയാക്കാനായിട്ട് ശരിയാക്കുന്നവരെ ശരിയായിക്കോളും, ഈ ക്ഷേത്രം വിട്ടുതാ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാകും. തളർന്നു പോയി വെറുതെ ഇങ്ങനെ ആ ഒരു കള്ളത്തരം നടന്നു, അയ്യോ അതോടെ കഴിഞ്ഞു, ലോകം മുഴുവൻ പോയി, കലിയുഗമായി, ഒന്നും ശരിയാവില്ലെന്നേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരാശപ്പെടരുത്, സിനിക്കാവരുത്, ശുഭാപ്തി വിശ്വാസമുള്ളവരാകുക. എത്രയോ ഏറ്റക്കുറച്ചിലുകൾ കണ്ടതാണ് ഹിന്ദു സമൂഹം, എത്ര പേരുടെ ആക്രമണങ്ങൾ സഹിച്ചതാണ്.
എന്തെല്ലാം കഷ്ടപ്പെട്ടതാണ്. അതെല്ലാം കൂടെ വെറുതെ ഒരു മോഷണത്തിൻ്റെ പേരിൽ 4 പേര് 4 നോട്ട് മോഷ്ടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു, ശരി 10 കോടി രൂപ കൊണ്ടു, ഇപ്പോൾ 79 ലക്ഷമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടത് 200 കോടിയാണ്. ഇനി 200 കോടി ഉണ്ടെങ്കിൽ തന്നെ വെച്ചോ, 200 കോടി ആരെങ്കിലും വെട്ടിച്ചാൽ നമ്മുടെ പ്രിൻസിപ്പിൾ നമുക്ക് വിട്ടുകൊടുക്കാം? പാടില്ല. 200 കോടിയല്ല, 2000 കോടി പോയാലും പ്രിൻസിപ്പിളിൽ, സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കണം. പരാജയം നമുക്ക് പരിശോധിക്കാം. താങ്ക് യു.